ബിസിനസ് ആയിട്ട് മാറണം. കുഞ്ഞിന്റെ ബർത്ത്ഡേ വരുമായിരുന്നു ആ സമയം. അപ്പൊ എനിക്ക് അവന് കൊടുക്കാനായിട്ട് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോഴത്തേക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കിയപ്പം ഫണ്ടില്ല. അപ്പൊ റിട്ടേൺ അടിക്കേണ്ടി വന്നു എനിക്ക്. അപ്പൊ അത് ഭയങ്കര ഒരു വിഷമമായി പോയി. വാങ്ങിച്ചിട്ട് എനിക്ക് എന്നെ തന്നെ കുറ്റബോധം, ഞാൻ എന്തിനും ഉമ്മ ഇട്ടിരിക്കുന്നേന്നുള്ള പൈസ ഇല്ല. ഒരു സങ്കടത്തിൽ ഇങ്ങനെ ബെഡി വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കും. ആ ടൈമിൽ തന്നെ എനിക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പം ഞാൻ അങ്ങനെ നോക്കിയില്ല, വലിയൊരു മെസ്സേജ് ആയിട്ടായിരുന്നു. അപ്പം അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എടുത്ത് വായിച്ചപ്പോൾ യൂട്യൂബിലൊരു കമന്റ് ആണ്. ഇതേപോലെ ഒരു ലേഡി ആയിരുന്നു, ഞാൻ ഗൾഫിലേക്ക് പോകണം, നല്ല ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ഉമ്മ അവർക്കും ഉണ്ടാക്കി കൊടുക്കും, ഇപ്പൊ പുള്ളിക്കാരി ജീവിച്ചിരിപ്പോ ഇല്ല, ഓയിൽ നിങ്ങൾ ചെയ്തു തന്നാൽ എനിക്ക് ഉപകാരമായിരിക്കും, എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന്. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ ഇതൊരു ബിസിനസ് ആക്കാം. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ വീടുന്നുണ്ടെന്ന് വെച്ച് ഇതേപോലെ ഓയിൽ നമുക്ക് സെയിൽ ചെയ്യാം, ഞാൻ റെഡിയാണെന്നുള്ളത്. അപ്പൊ ഉണ്ടാക്കാൻ അറിയാമായിരുന്നു? ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഇത് ഞാൻ യൂസ് ചെയ്ത് വരുന്ന ഓയിലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു, നിനക്ക് ഇത് സക്സസ് ആയി പോകുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും നിൽക്കാം എന്നുള്ളൊരു ഇത് പറഞ്ഞു. അങ്ങനെ വാപിച്ചെടുത്ത് നിന്നിട്ട് ഞാൻ ഇതേപോലെ ചെറിയൊരു ഫണ്ട് ഒരു 200 രൂപ വാങ്ങിച്ചു. അന്ന് വെളിച്ചെണ്ണയ്ക്ക് വില കുറവാണ്, 120 110 രൂപ. അത് പോയി വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് കടവായിട്ട് വാങ്ങിക്കുവാണെന്ന് പറഞ്ഞു. കടവായിട്ട് വാങ്ങിക്കുവാന്ന് പറഞ്ഞ് വാങ്ങിച്ചു. അത് പറഞ്ഞ് നീ ഇറങ്ങിക്കോ, എന്തിനാണ് സപ്പോർട്ടാന്ന് പറഞ്ഞു.